ഇതിന്റെ പഠിതാക്കളാവണം എല്ലാവരും. ആ മനുഷ്യന് അള്ളാഹു നൽകിയ ത്വയ്യിബാത്തിൽ ഏറ്റവും നല്ല ത്വയ്യിബാണ്, ഏറ്റവും നല്ല ഫുഡാണ് ഇത് ഇൽമ്. ഇൽമ് ഇൽമ് ആത്മാവിന്റെ ഫുഡ്, ഖൽബിന്റെ ഫുഡ്, നഫ്സിന്റെ ഫുഡ് ഇൽമാണ്. അതേസമയം നമ്മൾ കഴിക്കുന്ന മന്തിയോ മറ്റോ ആയിട്ടുള്ള ഏത് തരത്തിലുള്ള ഫുഡുകളാണെങ്കിലും ശരീരത്തിന്റെ ഫുഡാണ്. ശരീരമല്ല വിഷയം. ശരീരം സംരക്ഷിക്കണം. എന്തിന്? ഈ ആത്മാവിനെ, മനസ്സിനെ സംരക്ഷിക്കാൻ. അതിന്റെ പേക്കാണ് ശരീരം എന്നാണ്. അപ്പോ ഇതിനേക്കാൾ ഏറ്റവും മുന്തിയ ഫുഡ് ഖൽബിന് കൊടുക്കേണ്ട, ആത്മാവിന് കൊടുക്കേണ്ട ഫുഡാണ്. ആ ഫുഡാണ് സുൽത്താൻ ഉലമ നമുക്ക് സംവിധാനിച്ചത്. എല്ലാവരും ഇതിന്റെ പഠിതാക്കളാകണം. 30 പാഠം മുടങ്ങാതെ ക്ലാസ് പങ്കെടുക്കണം. ഇതൊരു ദർസാണ്, കിതാബല്ല. വട്ടത്തിന് ദർസിന്റെ അച്ചടക്കങ്ങളും ചിട്ടകളും ഒക്കെ പാലിച്ച് ഇതിൽ പങ്കെടുക്കുന്നവരൊക്കെ മുത്തഅല്ലിമീങ്ങളായി സാധാരണക്കാർക്ക് മുത്തഅല്ലിമീങ്ങളാകാനുള്ള ഒരവസരമാണ്. മുത്തഅല്ലിമിന് വലിയ പൗറുണ്ട്. ഇൽമു പഠിക്കാനായി ഇറങ്ങി തിരിച്ച സഖറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അത് നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതിന് കഴിയണം. സുൽത്താൻ ഉലമന്റെ ആ കൃപയാണ് ഇത്. ഇതിന്റെ അവസാനത്തെ ക്ലാസ് 30ാമത്തെ ദർസ് ആരെടുക്കും? സുൽത്താൻ ഉലമ ജനലക്ഷങ്ങൾക്ക് വേണ്ടി ഓതിത്തരും. എവിടുന്ന്? 100ാം വാർഷിക സമ്മേളന മജ്‌ലിസിൽ വെച്ച് എല്ലാവർക്കും സുൽത്താൻ ഉലമ ഓതിത്തരും. അപ്പൊ എല്ലാവരും സുൽത്താൻ ഉലമന്റെ നേരെ ശിഷ്യന്മാരായി. ഒരു കിതാബ് സുൽത്താൻ ഉലമയിൽ നിന്ന് ഓതി, അവരുണ്ടാക്കിയ കിതാബ് മുഴുവൻ ഓതി തീർത്ത് എന്ന വലിയൊരു ബഹുമതി. ഇത് ചിലപ്പോ ലോകത്ത് തുല്യത ഇല്ലാത്തൊരു ബഹുമാനക്കാരാണ്. അന്ന് വരാൻ കഴിയാത്ത വിദേശത്തുള്ളവർക്ക് ഓൺലൈനായി കിട്ടും. അങ്ങനെ ലക്ഷങ്ങളൊന്നായിട്ട് ഒരു ദിവസം കിതാബ് ഓതാം. ലക്ഷങ്ങളൊന്നായിട്ട് ഒരു ഗുരുനാഥനിൽ നിന്ന് ഒരേ സമയത്ത് ഓതാം. ആ സമ്മേളനം ജനലക്ഷങ്ങളെ മജ്‌ലിസായിരിക്കും. അപ്പൊ നിറയെ മലക്കുകൾ ഉണ്ടാവും ഈ ഒരു ബഹുമാനം നേടാൻ. അതുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മുഅ്മിനീങ്ങളും ഇതിന്റെ പഠിതാക്കളാവണം. എല്ലാ സ്ഥലത്തും ഇതിന്റെ പഠന കേന്ദ്രമുണ്ട്, ദറസുണ്ട്. അതിൽ പങ്കാളികളാകണം. എന്നാ കിട്ടൽ എന്താ? ജനലക്ഷങ്ങൾ ഒരുമിച്ച് ഒരു ഗുരുവര്യരിൽ നിന്ന്, അതൊന്ന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുരുനാഥനിൽ നിന്ന് ദറസ് കിട്ടുക എന്നൊരു ബഹുമാനം. ഇത് അല്ലാഹു തആല നമുക്ക് കനിഞ്ഞേകിയ ഒരു ഭാഗ്യല്ലേ. ഇത് ആരും പാഴാക്കരുത്, നഷ്ടപ്പെടുത്തരുത്. ആ മജ്‌ലിസിലേക്കും 100ാം വാർഷിക മജ്‌ലിസിലേക്കും എല്ലാ സഹോദരങ്ങളെയും നിങ്ങൾ എത്തിക്കണം. സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു തആല ആക്കി തരട്ടെ. അതിൽ പങ്കെടുക്കുന്നവര് മുഴുവൻ ആ ദർസിൽ പങ്കെടുത്ത്, ആ ദർസിൽ പങ്കെടുക്കുന്ന മുഴുവൻ മലക്കുകളും പരലോകത്ത് അനുകൂലമായി സാക്ഷിയായി എല്ലാവരെയും അള്ളാഹു ശരിയായ മുത്തഅല്ലിമീങ്ങളാക്കി കബൂലാക്കി സഖറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന എന്ന സ്വർഗത്തിന്റെ വഴി എളുപ്പമാക്കി തരാൻ അള്ളാഹുവെ കാരണമാക്കണേ അല്ലാഹ്. അതിനായി ജനലക്ഷങ്ങൾക്ക് പങ്കെടുക്കാൻ ആ ലക്ഷക്കണക്കിന് ആളുകൾ മുഴുവൻ സ്വർഗത്തിലേക്ക് സുൽത്താൻ ഉലമയുടെ കൂടെ അവരുടെ നേതൃത്വത്തിൽ പ്രവേശിക്കുന്ന ഒരവസ്ഥ അള്ളാഹുവെ ഉണ്ടാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് അതിന് വലിയ ആഗ്രഹമുണ്ട്, വലിയ താല്പര്യമുണ്ട്. കാരണം ഇന്ന് കാലത്ത് ലോകത്തിന്റെ ഏത് ഭാഗത്തും ജീവിച്ചിരിക്കുന്ന മുഴുവൻ മഹാരഥന്മാരെയും പോയി കണ്ട് സർവ്വരാഷ്ട്രങ്ങളിലും കറങ്ങി അവിടെയുള്ള മഹാന്മാരെ തേടിപ്പിടിച്ച് അവരൊക്കെ ബറക്കത്തും പൊരുത്തവും വാങ്ങി വഫാത്തായ മഹാന്മാരുടെ മുഴുവൻ മക്ബറകളും മഖാമുകളും തേടിപ്പിടിച്ച് അവിടെ മുഴുവൻ സിയാറത്ത് ചെയ്ത് എല്ലാവരുടെയും പൊരുത്തം വാങ്ങിയ വലിയൊരു മഹാനാണ് സുൽത്താൻ ഉലമ എന്നതിൽ ആർക്കും തർക്കമില്ല. ആ നിലക്ക് മഹാന്മാരെ വഫാത്തായവരെയും ജീവിച്ചിരിക്കുന്നവരെയും അടുത്ത് ചാരത്ത് ചെല്ലാൻ ഭാഗ്യം കിട്ടിയ വേറൊരു നേതാവിനെയും കാണിക്കാനും ചിലപ്പോൾ കഴിയണമെന്നില്ല. ഇത്ര വലിയ ഭാഗ്യം അല്ലാഹു തആല കൊടുത്ത് എല്ലാ പൊരുത്തും വാങ്ങി നമ്മളെ ഉസ്താദായ ശൈഖുന ബഹറുൽ ഉലൂം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെടുത്താണ് അവര് ഒന്ന് ഓതിയത്. ലാസ്റ്റ് ബാഖിയാത്തിൽ പോകാനുള്ള സമയങ്ങളൊക്കെ അവിടെ നിന്നാണ് ഓതിയത്. എന്നാൽ സുൽത്താനുൽ ഉലമ ബഹറുൽ ഉലൂം വഫാത്തായി എന്ന് കേട്ടപ്പോ യഥാർത്ഥത്തിൽ ബഹറുൽ ഉലൂമിനെ കണ്ടുകാണ്ട് പോയതാണ്. ഇങ്ങോട്ട് കോയമ്പത്തൂരിലേക്ക് ഒരു പരിപാടിക്ക് വേണ്ടി പോവുകയാണ് സുൽത്താനുൽ ഉലമ. അതിന് ഉച്ച സമയത്ത് ബഹറുൽ ഉലൂം രോഗമായി കിടക്കുമ്പോ വന്ന് കണ്ട് മന്ത്രിച്ച് പോയി. വൈകുന്നേരമായപ്പോ വ്യാഴാഴ്ച വൈകുന്നേരം വഫാത്തായി. വെള്ളിയാഴ്ച 10 മണിക്കാണ് മറമാടൽ നടത്തിയത്. എന്നാ
നമ്മള് ജനാസയുമായി വീട്ടിലെത്തിയപ്പോഴത്തിന് സുൽത്താനുലമ കോയമ്പത്തൂർക്ക് പോയ സുൽത്താനുലമ മടങ്ങിയെത്തിയാണ്, പരിപാടി ക്യാൻസൽ ചെയ്തതാണ്. എന്നാ അവർക്ക് കോയമ്പത്തൂര് പരിപാടി നിശ്ചയിച്ച് അത് പോയിക്കാണ്ട് കഴിഞ്ഞിട്ട് വന്നാൽ മതി, കാരണം രാവിലെയാണ് ജനാസ എടുക്കുന്നത്. ആ പൊരുത്തം കിട്ടാൻ വേണ്ടി തിരിച്ചെത്തി, എന്നിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് പിറ്റേന്ന് ജനാസ എടുത്ത് ഖബറടക്കം നടത്തി തെൽക്കീന് സുൽത്താനുലമ ചൊല്ലി കൊടുത്ത്, അതും കഴിഞ്ഞിട്ട് ദുആ കഴിഞ്ഞിട്ടാണ് പോണത്. അതുവരെ അവിടെ കൂടി. ആ നിലക്ക് പൊരുത്തം വാങ്ങുന്ന കാര്യത്തിൽ ആ ഉസ്താദിന്റെ പൊരുത്തം ഉസ്താദ് കാണൂലാന്ന് വിചാരിക്കാനാ. എന്റെ പരിപാടി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നല്ല ആരും ചിന്തിക്കാം. ആ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് ഉസ്താദിനെ കണ്ടുപോയതാ. ഇനി നാളെ നമുക്ക് ജനാസന്റെ ചടങ്ങിന് വന്നാൽ മതി എന്ന് ആരും ചിന്തിക്കും. പക്ഷെ ആ വലിയ മനുഷ്യൻ അത് ചിന്തിക്കാതെ യാത്ര വഴിയിൽ നിന്ന് മടങ്ങി തിരിച്ചു വന്നിട്ട് അവിടെ കൂടി. പിറ്റേന്നെല്ലാം കഴിഞ്ഞിട്ടാ പോയത്. ഈ നിലക്ക് അന്ന് നമ്മൾ കണ്ടനുഭവിച്ചതാണ് ആ പൊരുത്തം വാങ്ങാൻ. അങ്ങനെ പൊരുത്തം വാങ്ങി കൂട്ടിയ ഒരു മഹാൻ, ആ മഹാന്റെ പൊരുത്തം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും എന്നാണ് നമ്മളെ പ്രതീക്ഷ. അതിനുള്ള വലിയ വഴിയാണിത്. അതുകൊണ്ട് ആരും ഈ അവസരം പാഴാക്കരുത്. ആഴ്ചയിൽ ഒരു ദിവസം ഒരു 40 മിനിറ്റ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെയുള്ള ദർസും എല്ലാ ദർസും അള്ളാഹു അതിന്റെ പരിപൂർണതയിലാക്കി തരട്ടെ.